ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു കമന്റ് കണ്ടോ, സ്വിം ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവണു എന്നുള്ളൊരു കമന്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു കമന്റാണ്. ഇതുപോലെ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ ഇടുകയാണെങ്കിൽ നല്ല വീഡിയോസുകൾ ഞാൻ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്വിം ചെയ്യുമ്പോൾ ടയേർഡ് ആകുന്നത്? ഇന്ന് പലർക്കുള്ള ഒരു കാര്യമാണ് സ്വിമ്മിങ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം സ്വിം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് വിദ്യയായിട്ടുള്ള ഒരു ധാരണയാണ്. സ്വിമ്മിങ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിലോമീറ്ററുകളോളം സ്വിം ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് കുറച്ച് ദൂരമായിരിക്കും സ്വിം ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു പക്ഷെ 50 മീറ്ററോ 100 മീറ്ററൊക്കെയാണ് സാധാരണ ഒരാൾക്ക് സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷൻ എന്നുള്ളത്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്വിം ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ഇല്ല എങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങൾ വന്നിട്ട് പൂളിൽ വന്നിട്ട് 25 മീറ്ററാണ് സ്വിം ചെയ്തതെങ്കിൽ നാളെ അതൊരു 75 മീറ്റർ ആക്കാനായിട്ട് നോക്കുക. അപ്പൊ നാളെ വന്നിട്ട് 75 മീറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 25 മീറ്റർ ഈസി ആയിരിക്കും. 75ാമത്തെ മീറ്റർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരാം. മറ്റന്നാൾ വന്ന് അത് 100 മീറ്റർ ആക്കാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചായിട്ട് നിങ്ങളുടെ ലെങ്ത് കൂട്ടി കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 1 കിലോമീറ്റർ സ്വിം ചെയ്യുമ്പോൾ നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ 1/2 കിലോമീറ്റർ സ്വിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനുഷ്യരാണ്, നമ്മൾ ടയേർഡ് ആവും. പക്ഷെ കൂടുതൽ ദൂരം ചെയ്ത് സ്റ്റാമിന ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് ഒട്ടനവധി അപകടങ്ങൾ ഇത് കാരണത്താലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ വല്ല കുളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലോ പോയിട്ട് നിങ്ങൾ സ്വിം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു 50 മീറ്ററോ 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഒക്കെ സ്വിം ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും. എന്നിട്ട് വല്ല പുഴയോ അല്ലെങ്കിൽ കായലോ അല്ലെങ്കിൽ വല്ല ഡാമൊക്കെ മുറിച്ച് കിടക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. പകുതി എത്തുമ്പോൾ കുഴയും, നിങ്ങൾ മുങ്ങി മരിക്കാനായിട്ട് ഇടയാവും. അങ്ങനെ ഒരുപാട് കേസസുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ബീച്ച് ഡാമിൽ ഒട്ടനവധി കേസുകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാമിന കൂട്ടിക്കൊണ്ടുവരിക. ഇതുപോലെ മടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വിം ചെയ്ത് നിങ്ങൾ സ്റ്റാമിന കൂട്ടി കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കുറച്ച് സ്വിമ്മിങ് അറിഞ്ഞുകൊണ്ട് വലിയ ദൂരം നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.